റോഷിനി എന്ന് പറയുന്നൊരു അതെ. അദ്ദേഹം അവര് വലിയ ബഹുമാനത്തോടു കൂടി സാറിനെ പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ, വാവ സുരേഷ് ചെയ്യുന്നത് പോലെ ഒരിക്കലും പാമ്പിനെ വേറെ ആർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. നിങ്ങൾ ഒരുമിച്ചുള്ള അഭിമുഖ സീരീസ് വരെ അതെ. അതെ. നടന്നിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഈ ചർച്ചയിലേക്ക് വന്നപ്പോൾ ഒരു കടന്നാക്രമണത്തിന്റെ സ്വഭാവം ഉള്ളതുപോലെ തോന്നി. അത് സുരേഷ് ജിക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ ഞാൻ വിഷമം. കാരണം എനിക്ക് തൊട്ട് തലേദിവസം വരെ അവരെ എന്നെ വിളിച്ച സമയത്ത് ഞാൻ അവരെ വിളിച്ച സമയത്ത് ചേട്ടാ എന്നെ ഇങ്ങനെ ഞാൻ ഇത് ഉം. സത്യം പറഞ്ഞ് നിങ്ങൾ പറയണം. അവരെന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ ഒന്നും പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനൊന്നും അല്ലെങ്കിൽ പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. അവിടെ ഒരുപാട് ആദ്യം തൊട്ടുള്ള കല്ലാറിലൊരു കേസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഉം. അന്വേഷിച്ചിട്ടുണ്ട്. ആ ഒരു കേസ്, പിന്നെ അല്ലാതൊരു പാമ്പ് വിഷയം, അല്ലാതൊരു റേഞ്ച് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കേസ്, അങ്ങനെ ഏകദേശം 5ഓളം കേസുകളുടെ ഒരു പേര് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 5ഓളം കേസുകൾ. എന്തൊക്കെ കേസാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് ഒരു ബുദ്ധിമുട്ട്. സുരേഷ് അങ്ങനെ പറഞ്ഞില്ല, മോശമായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പറയാതെ പോയി. പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിൽ എല്ലാ മൊബൈലിൽ എൻ്റെ വാട്സാപ്പിൽ എല്ലാം ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഞാനൊന്നും പറയാൻ പറ്റില്ല. അവർക്കെതിരെ ഒരു ചാനലിൽ തന്നെ ചെയ്തൊരു വീഡിയോസിൽ അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്നും മിണ്ടാൻ പറ്റില്ല. അവർ വളർന്നു വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ അവരെ ബഹുമാനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണും. എന്നാൽ അവർ കാണിക്കുന്ന പാമ്പിളെ പിടിക്കുന്ന കേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പിടിച്ച് കൈ കൊണ്ട് പിടിക്കുന്നതിനേക്കാളും കഷ്ടിച്ചാണ് അവർ അതിനെ പിടിക്കുന്നത്. അതിനെ അങ്ങോട്ടിട്ട് വലിച്ച് ഇങ്ങോട്ടിട്ട് വലിച്ച് അങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടുന്നു ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടുന്നു ഒരു പ്രശ്നമില്ല. അതൊരു പെണ്ണായതുകൊണ്ട് ആരും മിണ്ടുന്നില്ല.